ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചെന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തകൾ പ്രചരിച്ചിരുന്നു. നെതന്യാഹു ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്നും അദ്ദേഹം രാജ്യം വിട്ടെന്നുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ പ്രചരണം. ഇറാൻ ഇസ്രായേൽ യുദ്ധം 15ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച നെതന്യാഹുവിന്റെ എക്സ് അക്കൌണ്ടിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ പങ്കുവച്ചിരുന്നു. ഈ വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ വലതുകൈയിൽ 6 വിരലുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ദശലക്ഷക്കണക്കിന് ആളുകളാണ് രംഗത്തെത്തിയത്. പിന്നാലെ വീഡിയോയിലുള്ളത് നെതന്യാഹുവിന്റെ അപരനാണെന്ന തരത്തിൽ അഭ്യൂഹങ്ങളും പടർന്നു. ഇപ്പോഴിതാ സംഭവത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് നെതന്യാഹുവിന്റെ ഓഫീസ്. പ്രധാനമന്ത്രി മരിച്ചിട്ടില്ലെന്നും പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. നെതന്യാഹു സുഖമായി ഇരിക്കുന്നുവെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഇറാനെതിരായ യുദ്ധത്തിൽ ആര് തോറ്റാലും ജയിക്കുന്നത് ഒരേ ഒരാൾ മാത്രമായിരിക്കും, ബെഞ്ചമിൻ നെതന്യാഹു. എന്തു പ്രശ്നവും തല്ലിത്തീർക്കണം എന്ന് വിശ്വസിക്കുന്ന ഭരണാധിപൻ, ഇസ്രയേൽ കണ്ട ഏറ്റവും കൗശലക്കാരനായ രാഷ്ട്രീയ നേതാവ്. രണ്ടാഴ്ചയ്ക്ക് ശേഷം യുദ്ധം അതിന്റെ മൂർച്ചയേറിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉയരുന്നത് പല ചോദ്യങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ യുദ്ധത്തിൽ ആര് തോറ്റാലും ജയിക്കുന്നത് ഒരേ ഒരാൾ മാത്രമായിരിക്കും, അത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. സത്യത്തിൽ ഈ യുദ്ധം നെതന്യാഹുവിന്റെ പ്രൊജക്റ്റാണ്. പതിറ്റാണ്ടുകളായി കൊണ്ടു നടക്കുന്ന സ്വപ്നം. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെ കൂടി ഇതിലേക്ക് വലിച്ചിട്ടത് നെതന്യാഹുവാണ്. നയതന്ത്രം, ഭീഷണി എന്നിവയ്ക്കിടയിൽ ആടിയുലഞ്ഞ ട്രംപിനെ യുദ്ധത്തിന് ഇറക്കിയതും അദ്ദേഹം തന്നെ. വെനസ്വേലയിലേതുപോലെ ഇറാനെ പെട്ടെന്ന് വീഴ്ത്താമെന്നാണ് ട്രംപ് ധരിച്ചത്. അതൊരു 8ന്റെ പണിയായിരുന്നുവെന്ന് ഇപ്പോൾ ട്രംപിനറിയാം. അമേരിക്കയിൽ യുദ്ധവിരുദ്ധ വികാരം പടരുകയാണ്. സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലായി. എണ്ണവില ബ്രേക്കില്ലാതെയും. കോൺഗ്രസിനെ അറിയിക്കുകയോ സ്വന്തം ജനതയെ എന്തിനാണ് യുദ്ധം എന്ന് ബോധ്യപ്പെടുത്തുകയോ ചെയ്യാതെ യുദ്ധത്തിന് പുറപ്പെട്ട ട്രംപ് എക്സിറ്റ് പ്ലാനില്ലാതെ ഇരുട്ടിൽ തപ്പുകയാണ്. ആ സമയത്തും ചിരിക്കുന്നത് നെതന്യാഹുവാണ്. ഏതു തോൽവിയും നെതന്യാഹുവിന് വിജയമാണ്. യുദ്ധം തുടങ്ങിയ നിമിഷം തന്നെ നെതന്യാഹു വിജയിച്ചു. അത് ഇസ്രായേലിന് എന്തെങ്കിലും ഗുണമുണ്ടായതുകൊണ്ടല്ല, താൻ പറഞ്ഞിടത്ത് കാര്യങ്ങൾ എത്തിയെന്നതുകൊണ്ടാണ്. യുദ്ധമിനി ഏതു വഴിക്കു പോയാലും അത് തന്റെ വിജയമാണെന്ന് വ്യാഖ്യാനിക്കാൻ അദ്ദേഹത്തിന് അറിയാം. നയതന്ത്രം തോറ്റെടുത്ത് സൈന്യം വിജയിച്ചു എന്ന് പറയാം. ഇറാൻ ദുർബലമായാൽ അവരുടെ ആണവ മിസൈൽ ശേഷി കുറയ്ക്കാനാകും. ഇറാൻ ഭരണകൂടം ആഭ്യന്തരമായി ഒറ്റപ്പെട്ടാൽ ശത്രുവിനെ നിഷ്ക്രിയനാക്കി എന്ന് വാദിക്കാം. ഇറാനെ ഇനിയും തകർക്കണമെന്ന വാദം ശരിയാണെന്ന് സ്ഥാപിക്കാം. ഇപ്പറഞ്ഞതെല്ലാം നേതാവ് എന്ന നിലയിൽ നെതന്യാഹുവിന്റെ വിജയമാണ്. എന്നാൽ രാജ്യം എന്ന നിലയിൽ യുദ്ധം ഇസ്രായേലിനത്ര ഗുണകരമാകില്ല. ആയുധം കൊണ്ട് സമാധാനം വരില്ല. പശ്ചിമേഷ്യയിലെ സൈനിക ആധിപത്യം ഇസ്രായേലിന് സുരക്ഷിത ജീവിതം നൽകണമെന്നില്ല. രാഷ്ട്രീയ ഒറ്റപ്പെടൽ കൂടാനാണ് സാധ്യത. ആളുകളെ ഭയപ്പെടുത്തി കഴിയുന്തോറും ചുറ്റുമുള്ളവരുടെ വിദ്വേഷം കൂടുകയാണ് ചെയ്യുക. ഗൾഫ് രാജ്യങ്ങളിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം ശക്തമാണ്. ഈ യുദ്ധമുണ്ടാക്കിയത് നെതന്യാഹുവാണെന്ന വികാരം അവിടെയുണ്ട്. ഭരണകൂടങ്ങൾക്ക് ഇത് കാണാതിരിക്കാനാകില്ല. അമേരിക്കയോടുള്ള അകലം കൂട്ടാൻ അവർ നിർബന്ധിക്കപ്പെടും. അങ്ങനെ വന്നാൽ യുഎസിന്റെ നിലപാട് തന്നെ മാറാനിടയുണ്ട്. അമേരിക്കയിലും ഇസ്രായേലിലും ഭരണവിരുദ്ധ വികാരം കൂടിയിട്ടുണ്ട്. യുദ്ധത്തിനു മുന്നേ ഗാസ വിഷയത്തിലാണ് ഈ നിലപാട് മാറ്റം ഉണ്ടായത്. യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുന്നതിന് അനുസരിച്ച് ഇത് കൂടാനാണ് സാധ്യത. നിലവിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പാളയത്തിൽ തന്നെ പടകളുണ്ട്. ട്രംപ് ഇസ്രായേലിന്റെ കുഴിയിൽ വീണെന്നാണ് പലരുടെയും വിമർശനം. ഇതോടൊപ്പമാണ് ഈ ആഴ്ച പ്രസിദ്ധീകരിച്ച ക്വിന്നിപിയാക് സർവേ പ്രകാരം 44% വോട്ടർമാരും വിശ്വസിക്കുന്നത് അമേരിക്ക ഇസ്രായേലിനെ അമിതമായി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇടയിലും ഈ മാറ്റം പ്രകടമാണ്. 17% പേരും ഇസ്രായേലിനുള്ള പിന്തുണ അമിതമാണെന്ന് കരുതുന്നുണ്ട്. പിന്നെന്തിനാണ് നെതന്യാഹു ഇത്ര കഷ്ടപ്പെട്ട് സ്വയം വിജയിയായി പ്രഖ്യാപിക്കുന്നത് എന്ന് തോന്നാം. യുദ്ധത്തിനു മുൻപ് ഏതവസ്ഥയിലായിരുന്നു നെതന്യാഹു എന്നറിഞ്ഞാൽ അക്കാര്യം മനസ്സിലാകും. ഇസ്രായേലിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയായിരുന്നു. നെതന്യാഹുവിന്റെ ജനപ്രീതി കുത്തനെ കുറഞ്ഞു. അഭിപ്രായ വോട്ടുകളെല്ലാം എതിരായി. ഗുരുതരമായ ക്രിമിനൽ കേസുകൾ അന്തിമഘട്ടത്തിലാണ്. നിർബന്ധിത സൈനിക സേവനത്തിന് ഇളവിനുള്ള നിയമ നടപടി രാജ്യത്തെ 2 തട്ടിലാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.